SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുത്തു. വിനീതിന്റെ മാതാപിതാക്കൾ, ഭാര്യയുടെ മാതാപിതാക്കൾ, സുഹൃത്ത് എന്നിവരുടെ മൊഴിയാണ് എടുത്തത്. അതേസമയം വിനീതിന്റെ ആത്മഹത്യയിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട പോലീസ് അസോസിയേഷൻ രംഗത്തെത്തി. ചില മേലുദ്യോഗസ്ഥരുടേത് അതിക്രൂര പെരുമാറ്റമെന്ന് അസോസിയേഷൻ പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. മുബഷിർ പി അക്ബർ എത്തുന്നു നമുക്കൊപ്പം. മുബഷിർ, വിനീതിന്റെ മരണം അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, അത് സമ്മതം താങ്ങാനാകാതെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ബോധ്യമുള്ളത് ആ കുടുംബത്തിന് കൂടിയാണ്. എല്ലാ സമ്മർദ്ദങ്ങളെക്കുറിച്ചും അവർക്ക് അറിയാവുന്നതാണ്, അവധി കിട്ടാത്ത അവസ്ഥകളടക്കം. എന്തൊക്കെയാണ് ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട, മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ പാർവതി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഡിവൈഎസ്പി ആയിട്ടുള്ള സേതുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ മരിച്ച കമാൻഡോ ആയിരുന്ന വിനീതിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി കഴിഞ്ഞ ദിവസം ശേഖരിച്ചത്. വയനാട്ടിലെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴി ശേഖരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൽ നേരത്തെ കുടുംബാംഗങ്ങൾ നമ്മളോട് തന്നെ പ്രതികരിച്ചിരുന്നു. വിനീതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില മേലുദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ളത് ബന്ധുക്കൾ നമ്മളോട് വ്യക്തമാക്കിയതാണ്. അതായത് അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള അജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരു മൊഴി തന്നെയാണ് അന്വേഷണ സംഘത്തിനും കുടുംബം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് മണിക്കൂറിലധികം എടുത്ത് ശേഖരിച്ച മൊഴിയിൽ ചില വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബാംഗങ്ങളിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് SOG ക്യാമ്പ് കേന്ദ്രീകരിച്ചല്ല, മറിച്ച് ചില വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ ചില വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ സംശയകരമാക്കുന്ന രീതിയിലുള്ള മൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദുരൂഹത എന്തെന്നാൽ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മനോവിഷമത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് തെളിയിക്കപ്പെടേണ്ടത്. നേരത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പ്രാഥമികമായി സ്ഥിരീകരിച്ചിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിനുണ്ടായ മനോവിഷമം തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം ഈ ഒരു തെളിവ് ശേഖരണത്തെ കണക്കാക്കാം. അതിനിടയിലാണ് ഇപ്പോൾ പോലീസ് അസോസിയേഷൻ ഒരു പ്രമേയവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, SOG സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗത്തിന് പ്രത്യേകമായിട്ട് അസോസിയേഷനോ കൂട്ടായ്മകളോ ഒന്നും തന്നെയില്ല. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആ ഒരു ഗ്രൂപ്പിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നടക്കുന്ന പലതരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളും പുറത്തു വരാറില്ലെന്നത് അതിനുള്ളിലെ തന്നെ അടക്കം പറച്ചിലാണ്. സ്വാഭാവികമായിട്ട് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള തൊഴിൽ സമ്മർദ്ദം മൂലമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിൽ കുറ്റാരോപിതരായിട്ടുള്ള, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ഒരു വിമർശനം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിനീതിന്റെ മരണത്തിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ പോലീസ് അസോസിയേഷൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, SOGയുടെ കാലങ്ങളായിട്ടുള്ള ട്രെയിനിങ് രീതി പുനഃപരിശോധിക്കണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് വിഭാഗത്തിനുള്ളിൽ തന്നെ ഇതിലുള്ള അമർഷം പുകയുന്നു എന്ന് വേണം ഈ ഒരു പ്രമേയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഇനി അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോപണം നേരിടുന്ന SOG അസിസ്റ്റന്റ് കമാൻഡോ ഉൾപ്പെടെയുള്ള ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ളത് തന്നെയാണ്. സുജയ പാർവതി. ശരി, മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് സേനയ്ക്കുള്ളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് സമീപകാല സംഭവങ്ങളൊക്കെ നമ്മെ ചൂണ്ടിക്കാട്ടുന്നത്.